മോനെ മക്കളെ ഒന്ന് ഓടി വാ. അയ്യോ മോനെ, അമ്മ മുകളിൽ നിന്ന് തുണി എടുക്കുന്നതിനിടയ്ക്ക് ഒന്ന് വീണതാടാ. അമ്മ എന്തിനമ്മ വയ്യാത്ത കാലും വെച്ചോണ്ട് ഇതൊക്കെ ചെയ്യുന്നത്? പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവളെ വിളിച്ചതാ, അവള് TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ദേവു, നീ ശ്രദ്ധിക്കണ്ടേ? തുണി എടുത്തിട്ട് പോ. അമ്മ വാ, എണീക്ക്. അയ്യോ നിക്കുവാ. വേറെ എന്തെങ്കിലും പറ്റിയോ? ഇല്ല. നോക്കി. ദേവു, നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നിനക്ക് ഭയങ്കര പരാതിയായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, നിന്നെ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഒരാഴ്ച വർക്ക് ഫ്രം ഹോം എടുക്കാൻ തീരുമാനിച്ചു. എത്ര നാളുകൊണ്ട് പറയാന്നറിയോ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കാൻ? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ നിന്റെ വീട്ടിലോട്ട് പോവാം. താങ്ക്സ് അരിയേട്ടാ. താങ്ക്സ് മാത്രമേ ഉള്ളൂ. മണി 8 ആയുള്ളൂ, അതിനിടയ്ക്ക് കിടക്കാറായ. നിനക്ക് ഓരോ നേരവും കാലവും ഒക്കെ ഇല്ലേ? അല്ലമ്മേ, ദേവുവിന് തലവേദനയുണ്ടോ? അല്ല, അമ്മ എന്താ വന്നു? എനിക്ക് അലമാരയിൽ നിന്ന് 2 ഫയലിംഗ് എടുക്കണം, നാളെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകണതാ. ആ, ഇനി നിങ്ങൾ കിടന്നോ. ഈ ഫയലൊക്കെ അമ്മയൊക്കെ സൂക്ഷിച്ചൂടി. എന്നോട് വെച്ചേക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് പറയാനാ? നീ വെറുതെ മൂട് കളയല്ലേ. വരുന്നമ്മേ, ഞാൻ ഉറങ്ങാൻ പോവാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അമ്മ എന്ത് ചെയ്യാ? ഞാൻ സാമ്പാറും ഇഡലി ഉണ്ടാക്കുക. അവനിഷ്ടമല്ലേ? ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞു, സാമ്പാർ ഉണ്ടാക്കുക. എനിക്ക് അമ്മ മാറും, സാമ്പാർ ഞാൻ ഉണ്ടാക്കാം. അയ്യോ, ഞാൻ ഉണ്ടാക്കി അവൻ ഇഷ്ടപ്പെടുമ്പോളെ, അതുകൊണ്ടാ. അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തയല്ലേ, ഒരുപാട് തന്നെ നിൽക്കാനും പറ്റില്ല. അമ്മ മാറിക്കേ. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാറേ അവൻ കഴിക്കൂ, അതാ മോളെ. മോള് പൊയ്ക്കോ. എങ്കിൽ സാമ്പാർ ഞാൻ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ, ചേട്ടൻ കഴിക്കുമല്ലോന്ന് അറിയാലോ. ഇനി അല്ല അമ്മ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ വേണ്ടി ഉണ്ടാക്കാൻ. അതെന്ത്, ഞാനങ്ങ് പെട്ടെന്ന് മരിച്ചു വന്ന് നീ അങ്ങ് തീരുമാനിച്ച? അല്ല അമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. മതി മതി, പൊയ്ക്കോ. ഒരു മൂഡ് ഓഫ്. ഓരോ ഓഫും ഇല്ലടാ. എന്നിട്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എടാ, കാലത്തൊട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നല്ലേ, കാലൊക്കെ നല്ല വേദന. അതാ. അമ്മ എടുത്താരോ അടുക്കളയിൽ കയറി ജോലി? അവളുടെ അടുത്ത് പറയാറുണ്ടോ? എടാ, ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? അറിഞ്ഞ് ചെയ്യണ്ടേ? പിന്നെ ഞാൻ ചെയ്യുന്നല്ല എന്റെ മോന് വേണ്ടിയല്ലേ. അവളെവിടെ? മോനെ, ഇനിയിപ്പൊ അതൊന്നും അവളടുത്ത് ചോദിക്കാനും പറയാനൊന്നും പോണ്ട. ഇപ്പൊ ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാവും. ശരി, അമ്മ റെസ്റ്റ് എടുക്കും. നിനക്ക് ഓഫീസിൽ പോണ്ടടാ? ഇല്ല അമ്മ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം എടുത്തു. കല്യാണത്തിന് ശേഷം അവളെ കൊണ്ട് ഒരിടത്തും പോയില്ലല്ലോ, പിന്നെ അവളുടെ വീട്ടിലും കൂടെ ഒന്ന് പോകണം. ശരി. ഓ, അടിപൊളിയായി. എടാ മോനെ, എന്താ മോനെ, നമുക്കൊന്ന് മാമന്റെ വീട് വരെ പോയിട്ട് വരാം. നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. വേണ്ട വേണ്ട, അവള് വേണ്ട. നമുക്ക് രണ്ടും കൂടെ ബൈക്കിൽ പോയിട്ട് വരാം. ഈ വെയിലത്ത് ഇവള് വന്നാലേ പാടിപ്പോവും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാം. റെഡിയാവും പെട്ടെന്ന്. ഏട്ടാ പെട്ടെന്ന് വരണേ. എടി, മാമന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്? ഏറിപ്പോയാ 1 മണിക്കൂർ. അതിനിടയിൽ മാമന്റെ ചോറ് സംസാരം മാമ ഇറക്കുകയും ചെയ്യും, അമ്മ അവിടെ ഇരിക്കാതെ തിരിച്ചു വരികയും ചെയ്യും. ഞാൻ പോയി റെഡിയാവട്ടെ. എടാ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങി. മോളെ, ഞങ്ങള് വരുമ്പോ രാത്രിയാവും. നീ കഥ അടച്ചകത്തിരിക്കണം. രാത്രിയാ? എടാ, മാമന്റെ വീട്ടിൽ പോയാലേ പിന്നെ അപ്പുറത്ത് തങ്കി കുഞ്ഞമ്മേരെ എവിടെയൊക്കെ കയറിയില്ലെങ്കിൽ അവർ പിന്നെ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം പോയിട്ടേ വരാൻ പറ്റുള്ളൂ. രാത്രിയാവും മോളെ, കേട്ടോ? വാ, ഞാൻ പോയിട്ട് വരാം. ഏട്ടാ, നമുക്ക് നാളെ ഒന്ന് പുറത്തു പോയാലോ? നാളെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമുക്ക് പോവാം. നീ നാളെ രാവിലെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങാൻ ഓർമ്മിപ്പിക്കണേ. ഓ, ഈ മാസത്തെ സാലറി അമ്മയുടെ കയ്യിൽ കൊടുത്തല്ലേ? നിനക്ക് എന്താ വട്ടാണോ മനുഷ്യ? ഇപ്പൊ ഒരു കുടുംബമായി, പിന്നെ എന്തിനാ അമ്മയുടെ കയ്യിൽ കൊണ്ട് പൈസ കൊടുക്കുന്നത് ഇപ്പോഴും?
എടേ അത് പണ്ട് മുതലേ ഉള്ള ശീലോ, ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല. ലോകത്തെങ്ങും ഇല്ലാത്തൊരു അമ്മയും മോനും എന്താന്ന് വെച്ചാ ചെയ്യും. അമ്മ എന്താ ഇവിടെ? മോന് തൊണ്ടവേദനയല്ലേ? മോന് ചൂടുവെള്ളം വേണോ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഏട്ടന്റെ തൊണ്ടവേദനയൊക്കെ പോയി. സമയം 11 ആയല്ലോ. അമ്മ പോയിക്കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. കണ്ടോ, മനപ്പൂർവ്വം അമ്മ നമ്മളെ ബെഡ്റൂമിൽ ഒളിഞ്ഞോക്കാൻ വന്നതാ. നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മ ചൂടുവെള്ളം വേണോ ചോദിക്കാൻ വേണ്ടി വന്നല്ല. നിനക്ക് അമ്മയെ കുറ്റം പറിച്ചിട്ട് കുറച്ച് കൂടുന്നുണ്ട് ഇപ്പം. നിങ്ങൾ എന്താ മെസ്സേജ്? മോൾ ഉറങ്ങിയില്ലേ? ഇല്ല അമ്മ, ഏട്ടൻ വന്നില്ല. അവ ഇതുവരെ വന്നില്ലേ? സമയമാണെങ്കിൽ 10:30 എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നു. എങ്കിൽ മോള് പോയി കിടന്ന് ഉറങ്ങ. അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അവൻ വന്നോളൂ. അവന്റെ ഒരു സ്പെയർ കീയും ഉണ്ട്. മോള് പോയി കിടക്ക്. ഞാനും പോയി കിടക്കാൻ പോവാം. മോൻ വരാതെ അമ്മ ഉറങ്ങും. മോൻ വല്ലതും കഴിച്ചോ? ഇല്ല. പിന്നെ വാ കഴിക്കാം. അവളോടെ? അവൾ എപ്പോഴേ കിടന്നുറങ്ങി. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ മോൻ വന്നിട്ട് കിടന്നുറങ്ങിയാ മതിയെന്ന്. അപ്പൊ അവള് പറയുക, ഓ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അമ്മയ്ക്കും മോൻ എന്നും കൊച്ചു കുട്ടി തന്നെ. മോനെ, ഇനി അവളെ വിളിച്ചുണർത്തി ചോദിക്കാനൊന്നും പോണ്ട. അവള് കിടന്നുറങ്ങിക്കൊണ്ട് മോമ്പാ. ഓക്കേ. ഏട്ടാ, ഏട്ടന് ഇനി ഒരാഴ്ചയും കൂടെ ലീവില്ലേ? നമുക്ക് ടൂർ പോയാലോ? ഞാനത് വിചാരിച്ചാ. നമ്മളെ കല്യാണത്തിന് ശേഷം നമ്മൾ ഇതുവരെ ഒരിടത്തും പോയില്ലല്ലോ. എവിടെ പോവാൻ? നമുക്ക് തായ്ലാൻഡ് പോയാലോ? എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങോട്ട് പോകാനായിട്ട്. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. മോനെ, അവിടെയൊക്കെ പോണെങ്കിൽ പാസ്പോർട്ട് വേണ്ടടാ. അമ്മയ്ക്ക് പാസ്പോർട്ട് ഇല്ലല്ലോടാ. അല്ല, അമ്മ ഈ വയ്യാത്ത കാര്യം വെച്ച് എങ്ങനെയാ ഇത്രയും ദൂരം? മോനെ, പാസ്പോർട്ട് കിട്ടാൻ 1 മാസം എടുക്കൂലേ? അപ്പോഴമ്മയുടെ കാലൊക്കെ ശരിയാവോടാ. അമ്മ, ഞങ്ങള് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പാസ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് ഹണിമൂൺ ട്രിപ്പിന് പോവാൻ മോളെ. അമ്മ, ഈ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും കൂടി മാത്രം പോകുന്നതാ. അല്ലാതെ അമ്മയെ കൂടി കൊണ്ടുപോകാൻ ഇത് ഫാമിലി ടൂർ അല്ല. ഞാൻ ഈ ടൂറിന് വരുന്നില്ല. പോരെ? മോനെ, നിങ്ങൾ പൊയ്ക്കോ. അമ്മ വരുന്നില്ല. ഞാൻ കാരണം നിങ്ങളൊരു വഴക്ക് വേണ്ട. അമ്മേ, ഞങ്ങൾ പോകുന്നെങ്കിൽ കൂടെ അമ്മ ഉണ്ടാവും. നാളെ തന്നെ ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടാ മോനെ. മോൾക്ക് എൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുള്ളതുപോലെ. ഞാൻ നിന്നോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇല്ലാത്തപ്പോൾ അവൾ എന്തൊക്കെയാ പറയണേന്നറിയാമോ? ഞാൻ പറഞ്ഞൊരു വഴക്കാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പേടി നിന്നെ എന്നിൽ നിന്ന് പിരിക്കുമെന്നാണ് മോനെ. എനിക്ക് നീ അല്ലാതെ ലോകത്ത് ആരുമില്ല. അമ്മേ, എനിക്ക് അമ്മ കഴിഞ്ഞ ഈ ലോകത്ത് ഇനി ആരും ഉള്ളൂ. എന്തൊക്കെയാണ് അമ്മയോട് പറഞ്ഞ? ഞാൻ പറയുന്നതാണോ കുറ്റം? എനിക്ക് ചേട്ടന്റെ അമ്മയോട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ അവരെന്നോട് അങ്ങനെയാണോ കാണിക്കുന്നത്? അമ്മ എന്ത് കാണിച്ചെന്ന്? ചേട്ടൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? നമുക്ക് അമ്മ എന്തെങ്കിലും ഒരു പ്രൈവസി തരാറുണ്ടോ? ഒന്നിച്ചൊന്ന് പുറത്തു പോകാൻ സമ്മതിക്കോ? റൂമിൽ ഒന്നിച്ചൊന്ന് ഇരിക്കാൻ സമ്മതിക്കോ? ഒരു ടൂർ പ്ലാൻ ചെയ്താലോ ഒന്നേ ഇടക്കേറി വരും, അല്ലെങ്കിൽ അതങ്ങ് മുടക്കും. നീ എന്റെ അമ്മയെ പറ്റി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ കഴിഞ്ഞ ഈ ലോകത്ത് എനിക്ക് ആരും ഉള്ളൂ. ഏട്ടാ, എടി, നീ പറഞ്ഞെന്ന ഐഡിയ കൊള്ളാം. എന്തായാലും എന്റെ മോ ഇനി എന്നെ വിട്ട് എങ്ങോട്ടും ഒറ്റയ്ക്ക് പോകൂലടി. ആ, അത് മാത്രമല്ല, അവ എൻ്റെ അടുത്ത് പറയാണ് അമ്മയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന്. പിന്നെ നീ പറഞ്ഞതുപോലെ അവളെ കുറ്റം കുറേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവൾ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. ആ, ഈ എടി അവനെ അവക്ക് 2 കൊടുക്കാൻ വേണ്ടി മോളിൽ പോയിരിക്കുക. ആ, ചേച്ചി, ആദ്യമേ സ്വന്തം കുടുംബത്തിൽ എന്താ നടക്കുന്നത് പോയി നോക്കും. എന്നിട്ട് ഇത് കണ്ട ഒരു കുടുംബത്തിലേക്ക്. അമ്മ, എന്തൊക്കെയാ ഞാൻ കേട്ടെ? അമ്മ, ഞങ്ങൾ രണ്ടുപേരും പിരിക്കാനാണോ നോക്കുന്നത്? അയ്യോ, ഞാൻ നിങ്ങളെ പിരിക്കാനൊന്നും നോക്കിയിട്ടില്ല. നിനക്ക് ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ നീ കേട്ടിട്ടുണ്ടോ? നിനക്കിപ്പോ ഇവളുടെ അടുത്താ സ്നേഹം. പണ്ടാണെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കുമായിരുന്നു. എന്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റ. എന്റെ മോന് പോലും എന്നെ വേണ്ട. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഒരിക്കലും അമ്മേനെ മോനെ പിരിക്കാൻ നോക്കിയിട്ടില്ല. എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെ അമ്മയും. അമ്മ,
അമ്മയുടെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പണ്ട് മുതലേ എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവ് വന്നെന്ന് വിചാരിച്ച് എനിക്ക് അമ്മയോടുള്ള സ്നേഹം കുറയാനൊന്നും പോകുന്നില്ല. അതെന്താ അമ്മ മനസ്സിലാക്കാത്ത? മോനെ, അമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയി. മോളെ, നീ അമ്മയോട് ക്ഷമിക്ക്. എനിക്കിനി നിങ്ങൾ രണ്ടുപേരും മക്കളാണ്.